എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ, ഒരു അടിപൊളി വീഡിയോ ആണ്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നൊരു വീഡിയോ ആണ്. ഒരു നല്ല ഫേഷ്യൽ, വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ അതേസമയം നമ്മുടെ ഫേസിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ഒരു നല്ല ഫേഷ്യൽ കാണിച്ചു തരണം എല്ലാവരും പറഞ്ഞിരുന്നു. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതനുസരിച്ച് നല്ല വീട്ടിൽ തന്നെ കിട്ടുന്ന, എല്ലാവർക്കും വീട്ടിൽ സുലഭമായി കിട്ടുന്ന, അതേസമയം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ബേസ് ആയിട്ട് അലോവേര ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫേഷ്യൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. പാർലറിൽ ചെയ്യുന്ന അതേ എഫക്ട് തന്നെ കിട്ടും. ഇപ്പൊ നമ്മൾ പാർലറിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫേഷ്യൽ പാർലറിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? ഒരു കൂടിപ്പോയ ഒരു 2 ആഴ്ച ഫേസിൽ ആ ഒരു റിസൾട്ട് ഇരിക്കും. അതും ബ്ലീച്ച് ഒക്കെ അപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു കളർ കൂടെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഡള്ളായിട്ട് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിട്ട് ഉരച്ച് അങ്ങനെയൊക്കെ മാറ്റുന്നത് കൊണ്ട് സ്കിന്നിന് ഒരു കളർ കിട്ടുന്നതായിട്ട് തോന്നും. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു എഫക്ട് ഒന്ന് മാറി കഴിയുമ്പോൾ സ്കിൻ എന്ത് ചെയ്യും? തിരിച്ച് വീണ്ടും ഡള്ളാവാനായിട്ട് ആരംഭിക്കും. ബ്ലാക്ക് ഹെഡ്സ് നിറയെ വരും, വൈറ്റ് ഹെഡ്സ് വരും, സ്കിന്നിൽ സ്കാർസ് ഒരുപാടിട്ട് അങ്ങനെ മസാജ് ചെയ്തതിന്റെ ഫലമായിട്ട് സ്കാർസ് വരും, പിഗ്മെന്റേഷൻസ് വരും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് പിമ്പിൾസ് ഒക്കെ ഉള്ളവര് പാർലറിലൊന്നും പോയി മസാജ് ചെയ്യരുത്. വീണ്ടും അതിന് പിമ്പിളിനെ ഇരട്ടിയാക്കാനായിട്ട് സഹായിക്കും, കാരണമാകും. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു നല്ല അലോവേര ഫേഷ്യൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, എന്റെ പ്രോസസ് ആയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഒരു നല്ല ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അലോവേര ഇങ്ങനെ സ്മോൾ ക്യൂബ്സ് ആയിട്ട് എടുക്കുക. നമ്മൾ ഓൾറെഡി പിഗ്മെന്റേഷൻ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അലോവേര ക്യൂബ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ അലോവേര തന്നെയാണിത്. ഞാൻ ഇതുപോലെ ക്യൂബ്സ് ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു 4 ക്യൂബ്സ് എടുക്കാം. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് വെക്കാം. അതിനുശേഷം ആദ്യം നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യുകയാണ് വേണ്ടത്. ഞാനിപ്പോ ഓൾറെഡി എന്റെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചേക്കുവാണ്. ഫേസിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് വെള്ളം വെച്ച് മാത്രമേ വാഷ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഓൾറെഡി ഒരു ഫേസ് പൗഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഫേസ് പൗഡർ ആവശ്യത്തിന് എടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ മതി ആവശ്യത്തിന് എടുക്കുക. ഇതുപോലെ ഒരു അലോവേര ക്യൂബ് കൊടുക്കുക. എന്നിട്ട് ആ അലോവേര ക്യൂബ് ഇങ്ങനെ നഖം കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫോർക്ക് കൊണ്ട് വേണമെങ്കിലും പ്രസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്തുനിന്നുള്ള ആ ജെല്ല് വെളിയിൽ വരും. എന്നിട്ട് അത് ഈ പൗഡറിനകത്ത് മുക്കുക. അതായത് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടല്ലോ അതിനകത്ത് മുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക മുഖം ഫുള്ളായിട്ട്. ഇതൊരു നല്ല ഒരു ക്ലെൻസിങ് ആണ്. ഒരു ഫേസ് വാഷ് ചെയ്യുന്നതിന് പകരം ഇത് നമ്മൾ അലോവേര ജ്യൂസിൽ ചെയ്യുന്ന അതേ എഫക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ അത് ദോഷകരമായിട്ട് ബാധിക്കുകയില്ല. അതേസമയം സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലെ ഫേസ് ഫുള്ളായിട്ടും നല്ല രീതിയിൽ ഒരു 2 to 3 മിനിറ്റ്സ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ മുഖം കഴുകി, ഫസ്റ്റ് വെച്ചിട്ടുള്ള മുഖം കഴുകി കഴിഞ്ഞു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടവൽ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുത്താൽ മതി. ജസ്റ്റ് അതുപോലെ കുഞ്ഞൊരു ടവൽ എന്തെങ്കിലും വെച്ചിട്ട് ഒപ്പിയെടുക്കാം. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു എന്താ പറയുക, അലോവേര ജെല്ല് നമ്മൾ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ്. നല്ലൊരു സ്കിന്നിന് നല്ലൊരു ഗ്ലേസിംഗ് പോലെ നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇത് മാത്രം മതി ആക്ച്വലി ഒരു നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഫേഷ്യൽ എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ഒരു കല്യാണമൊക്കെ ഉണ്ട്, നാളെ ഒരു 2 ദിവസം ഒരു കല്യാണം ഉണ്ടെന്ന് വെച്ചോ, ആ കല്യാണത്തിന് ഒരു 3 days ബാക്ക് ഇതുപോലൊന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 days കഴിയുമ്പോൾ ഭയങ്കര ഗ്ലോ ആയിരിക്കും സ്കിന്നിന്. സ്കിൻ അന്ന് 2 ദിവസം വെയിലൊന്നും ഇത് ചെയ്തിട്ട് 2 ദിവസം വെയിലൊന്നും കൊള്ളാതെ നീറ്റ് ആയിട്ട് വെച്ചെന്ന് വെച്ചോ, അടിപൊളിയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ, നല്ല നീറ്റ് ആയിട്ട്. ഞാൻ ആ ഒരു ഹെയർ റിമൂവർ ഒക്കെ പറഞ്ഞു കിട്ടില്ല, അത് വെച്ച് ഫേസും ഒക്കെ നല്ലപോലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേഷ്യൽ ചെയ്യണം. അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ആരെങ്കിലും ആ ഒരു ഹെയർ റിമൂവറിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, ആ വീഡിയോ പോയി കാണണം. അതുപോലെ ഹെയർ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ഫേഷ്യൽ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്ക്രബ് ചെയ്യണം. നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സ്ക്രബ് ചെയ്യാണ്. സ്ക്രബ് ചെയ്യാനും അതേപോലെ തന്നെ അലോവേരയുടെ അടുത്തൊരു ക്യൂബ് പുതിയതായിട്ടൊക്കെ എടുക്കുക. അതിലിങ്ങനെ വിരൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുന്നത് സ്കിന്നിന് കളർ കൊടുക്കാനായിട്ട് ഭയങ്കര നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അരിപ്പൊടി. പഞ്ചസാര ഉപയോഗിച്ച് നമുക്ക് സ്ക്രബ് ചെയ്യാം, പക്ഷെ അരിപ്പൊടിയാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ അരിപ്പൊടിയിൽ നമ്മൾ എങ്ങനെയാണോ ആദ്യം ചെയ്തത് അതേപോലെ തന്നെ അരിപ്പൊടിയും എടുത്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം.
ഞാൻ കഴുകിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ സ്ക്രബ് ചെയ്യുന്ന പോർഷനും കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നല്ല ഒരു സ്റ്റീം കൊടുക്കണം മുഖത്ത് 2 രീതിയിൽ സ്റ്റീം കൊടുക്കാം. നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ ആവി ഒന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ടവൽ ഇട്ടിട്ട്, നമ്മൾ കണ്ടിട്ടില്ലേ മുമ്പൊക്കെ പനിയൊക്കെ വരുമ്പോഴൊക്കെ ചെയ്യുന്ന അതുപോലെ ആവി കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലൊരു ടവല് ഇവിടെ കുറച്ച് ചൂടുവെള്ളം ഇരിപ്പുണ്ട്, ആ ഒരു ചൂടുവെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട്, ഒരുപാട് ചൂടാവരുത്, എന്നാൽ അത്യാവശ്യം നമ്മുടെ മുഖത്ത് കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു ചൂടുവെള്ളത്തിൽ ടവല് ഇതുപോലെ ഒന്ന് കട്ടെ ആവി പറക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങള്? ഇതുപോലെ ആവി പറക്കുന്ന മാതിരി. അയ്യോ നല്ല ചൂട്. ജസ്റ്റ് മുഖത്ത് ഇങ്ങനെ ഒപ്പിയെടുക്കുക. ഇതാണ് ആക്ച്വലി ആവി കൊള്ളുന്ന പ്രോപ്പർ ആയിട്ടുള്ള രീതി. അതിനകത്ത് ആവി പറക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല പോലെ മുഖത്ത് ഒപ്പി കൊടുക്കുക. ഇപ്പൊ നമ്മൾ ആവി കൊടുത്തു കഴിഞ്ഞു. ആവി കൊടുത്തപ്പോഴത്തേക്ക് എന്താ പറ്റുക, നാച്ചുറൽ ആയിട്ട് നമ്മുടെ പോർസ് ഒക്കെ നല്ല പോലെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇനി ഒരു മസാജ് കൊടുക്കുമ്പോൾ ഫേസിന് നല്ല ഒരു റിസൾട്ട് കിട്ടും. മസാജ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ അതേപോലെ തന്നെ അലോവേരയുടെ ഒരു ക്യൂബ് എടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തില് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, എല്ലാരും ചോദിക്കാറുണ്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. ഇത് രോഗൻ ബദാം ഷെറി, ഒരുപാട് കമ്പനികളുണ്ട്, അതിനങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഏതെങ്കിലും ഒരു നല്ല സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വാങ്ങിക്കാം. അത് ഒരു ജസ്റ്റ് 2 to 3 ഡ്രോപ്സ് ഇതിലൊഴിക്കാം. അതിന്റെ കൂടെ ഒരേ ഒരു ഡ്രോപ്സ് ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ ഉള്ളവരാണെങ്കിൽ അത് സൂപ്പറാണ്, നോർമൽ ഗ്ലിസറിൻ ആണെങ്കിലും കുഴപ്പമില്ല. ഒരേ ഒരു ഗ്ലിസറിന് അതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിനു ശേഷം നമ്മുടെ അലോവേര എടുക്കാം. അലോവേര എടുത്തിട്ട് ഇതുപോലെ അലോവേര എടുത്തിട്ട് അതിന്റെ മേളില് നല്ലപോലെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അതിന്റെ മേളിലൊന്നും ചെയ്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കുത്തി കൊടുക്കത്തില്ല, അതുപോലെ കുത്തി കൊടുത്തിട്ട് മസാജ് ചെയ്യും. അലോവേര ജെല്ലും നമ്മുടെ ബദാം ഓയിലും അതിന്റെ കൂടെ ഈ ഗ്ലിസറിനും കൂടെ നല്ല സ്കിന്നിന് നല്ല ഒരു മസാജിങ് റിസൾട്ട് ആയിരിക്കും. ഇത് നല്ലപോലെ മസാജ് ചെയ്ത് സ്കിന്നിൽ ഒരു 1 മിനിറ്റ് നല്ലപോലെ ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ മസാജ് ചെയ്യുക. നല്ലപോലെ 1 മിനിറ്റ് ആ ഒരു എണ്ണ അത്രയും മതി കേട്ടോ. ഒരു 2 to 3 ഡ്രോപ്സ് ബദാം ഓയിൽ, സ്വീറ്റ് ബദാം ഓയിലും അതിന്റെ കൂടെ ഒരു ഗ്ലിസറിനും നല്ലപോലെ റൗണ്ട് ആയിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മസാജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ വിടാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ മൂക്കിന്റെ ഈ 2 സൈഡ് അവിടെയൊക്കെയാണ് നമുക്ക് ഒരുപാട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരുന്നത്. മൂക്കിന്റെ ഈ അടിയിലുള്ള ഈ ഒരു ഭാഗം അതൊക്കെ നല്ലതുപോലെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് നല്ലപോലെ മസാജ് ചെയ്തിട്ട് അതിനകത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് അതിനകത്തൊരു വിരൽ വെച്ചൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ. അപ്പൊ അതിനകത്തുള്ള ആ ഒരു ക്രീം ഒക്കെ വെളിയിൽ വരും. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ 1 മിനിറ്റ് മസാജ് ചെയ്തു, ഒരേ 1 മിനിറ്റ് ഇത് വെച്ച് മസാജ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ബാക്കി ഇതിനകത്ത് കുറച്ച് ജെല്ല് കാണുമല്ലോ, അതിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് കയ്യിലെടുക്കാം. കയ്യിലെടുത്തിട്ട് 2 കൈയിലും നല്ലതുപോലെ തേച്ചിട്ട് കൈയുടെ വിരലുകൊണ്ട് അതർ 2 മിനിറ്റ്സ്, ആദ്യം 1 മിനിറ്റ് നമ്മൾ അത് വെച്ച് മസാജ് ചെയ്തു, അത് കഴിഞ്ഞിട്ടുള്ള 2 മിനിറ്റ്സ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മസാജ് ചെയ്യുന്നത് മേലോട്ട് വേണം മസാജ് ചെയ്യാൻ. ഇങ്ങനെ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ മേലോട്ട് മാത്രമേ മസാജ് ചെയ്യാറുള്ളൂ, മസാജ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ മേലോട്ട് മസാജ് ചെയ്യുക. അതുപോലെ കവിളില് അതേപോലെ തന്നെ മേലോട്ട് മസാജ് ചെയ്യുക. 2 കവിളിലും മസാജ് ചെയ്യുക. നെറ്റിയിൽ ഒരുപാട് റിങ്കിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ദേ ഇങ്ങനെ നെറ്റിയിൽ സെന്ററിൽ കൈവച്ചിട്ട് ഇങ്ങനെ സൈഡിലോട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 2 മിനിറ്റ്സ് നല്ലപോലെ മസാജിങ് സ്റ്റെപ്സ് ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മസാജ് ചെയ്യുന്നതെന്ന് ചുട്ടിലൊക്കെ ആയി മസാജ് ചെയ്യുന്നത് പഠിക്കുക. എന്നിട്ട് അതുപോലെ വേണം മസാജ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു 2 മിനിറ്റ്സ് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാജിങ് കഴിഞ്ഞു. മസാജിങ് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒരു എണ്ണമയം ഉണ്ടാവും. അത് കുഴപ്പമില്ല, കാരണം നമ്മൾ ബദാം ഓയിലും ഗ്ലിസറിനും ഒക്കെ ഇട്ടതല്ലേ. അപ്പൊ ചെറുതായിട്ടൊരു എണ്ണമയം ഉണ്ടാവും. അത് നിങ്ങൾ പേടിക്കണ്ട, കാരണം നമ്മൾ അടുത്ത പാക്ക് ഇട്ടിട്ട് കഴുകുമ്പോഴത്തേക്ക് അത് ഫുള്ളായിട്ട് പൊയ്ക്കോളും. പ്രത്യേകിച്ച് പിമ്പിളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പേടിയാണ് ഈ എണ്ണ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറ്റുക എന്നൊക്കെ. ഒന്നും സംഭവിക്കില്ല കേട്ടോ, പേടിക്കണ്ട. നമുക്കിപ്പോ തൽക്കാലം അടുത്ത പാക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ, ആദ്യം അലോവേരയുടെ ജ്യൂസ്. ഞാനിപ്പോ ആ അലോവേര എന്ത് ചെയ്തു, കൈകൊണ്ട് തന്നെ ഉടച്ച് ഇതുപോലെ ഒരു ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഉടയ്ക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ മിക്സിയിൽ എടുത്തോളൂ. ഇതിപ്പോ കുറച്ചായിട്ട് നമുക്ക് മിക്സിയിൽ പൊടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ അലോവേര ജെല്ലാക്കി വെച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരു അലോവേര, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ മുഖത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, നമ്മുടെ മുഖത്തിനൊക്കെ ഒരു ട്രഷറാണ്. ട്രഷർ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും നല്ല, നമ്മുടെ മുഖത്തിന് അത്രയും നല്ലൊരു റിസൾട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു അലോവേര എന്ന് പറയുന്നത്. ചുമ്മാ നമ്മൾ രാത്രിയെ കിടക്കുമ്പോൾ ഇങ്ങനെ കിട്ടുകൊണ്ട് ഒന്ന് അത് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ല റിസൾട്ട് കിട്ടും.
ഇത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ, ഇല്ലെങ്കിൽ പറയില്ല. ഇന്ന് എനിക്ക് അത്ര ഒരു എനർജി സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഒരു സുഖമില്ലാത്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ട്, ജസ്റ്റ് ടയർഡായ ഒരു ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ടാണ്. അടുത്തത് നമുക്ക് വേണ്ടത് ഓട്സ് പൊടിച്ചത്. ഓട്സ് നല്ല ഫൈനായിട്ട് പൊടിച്ചു വയ്ക്കുക. എന്നിട്ട് അത് ഇതിനകത്ത് മിക്സ് ചെയ്യാം. അലോവേര ജെല്ലിനകത്ത് ഓട്സ്, എത്ര ഓട്സ് വേണോ അത് മിക്സ് ചെയ്യാനായിട്ട് എത്ര ഓട്സ് വേണോ അത്രയും ഓട്സ് എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ ഒന്ന് പാക്ക് പോലെ ആകണം എന്നൊന്നുമില്ല, നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനകത്ത് മുഖത്ത് ഒരുപാട് രോമ വളർച്ചയൊക്കെ ഉള്ളവരാണ്, ഒരുപാട് ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു തുള്ളി മഞ്ഞൾ കൂടെ അതിനകത്ത് ഇടാം. അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ മാത്രം ഇട്ടാൽ മതി. ഇതിനുശേഷം നല്ലപോലെ ആവശ്യത്തിന് നല്ലപോലെ ഓട്സ് പൗഡർ ഇട്ടിട്ട് ഇത് അങ്ങനെ എടുത്തിട്ട് പിന്നെ കുഴകുഴാന്നായിരിക്കും ഇരിക്കുന്നത്, കാരണം ഫ്രഷ് അലോവേര അല്ലേ, അതുകൊണ്ടാണ്. എന്നിട്ട് മുഖത്ത് നല്ലപോലെ ഒരു പാക്കായിട്ട് ഇട്ട് കൊടുക്കാം. മുഖത്ത് എല്ലാ ഭാഗങ്ങളിലും ജസ്റ്റ് മസാജ് ചെയ്ത് തന്നെ പാക്കായിട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഇത് അലോവേര ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പാക്കായിട്ട് അത് പിടിക്കില്ല. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ നല്ലപോലെ ആ ഓട്സിന്റെ പൗഡറും മുഖത്തിനകത്തോട്ട് ചെല്ലണം, അതേസമയം നല്ല അലോവേര ജെല്ലും ചെല്ലണം. അതുപോലെ നിങ്ങൾ ഫേസ് ഫുള്ള് ഇട്ട് കൊടുക്കാം. ഫേസ് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് അതൊന്ന് ഡ്രൈ ആകുന്നത് വരെ 20 മിനിറ്റ് കണക്കാക്കി ഇരിക്കുക. 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ബാലൻസ് ഉള്ള ആ പാക്ക് ഉണ്ടല്ലോ അതും കൂടെ മുഖത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ നല്ലപോലെ ഇട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് നല്ല ഫേസിൽ ഫുള്ള് നല്ല അബ്സോർബ് ആകുന്നത് വരെ, അതായത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അബ്സോർബ് ആയെന്ന് വിചാരിച്ചോ, അപ്പൊ നിങ്ങൾ ആ പാക്ക് കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടാവുമല്ലോ, അതൊന്നും ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്യുക. ഇപ്പൊ കണ്ടോ, ഞാൻ എന്റെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് പാക്ക് ഒരു 20 മിനിറ്റ് കറക്റ്റ് ആയിട്ട് ഇട്ടിരുന്നു. ഇടയിലൊന്നും മുഖം ഒന്ന് നല്ലപോലെ വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ മുഖം ഒന്ന് ഇത് ചെയ്ത് കൊടുത്തു, ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നല്ലപോലെ തുടച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ മോയ്സ്ചറൈസർ ഒന്നും ഇടണ്ട, കാരണം ഫേസിന് നീറ്റായിട്ട് അങ്ങനെ തന്നെ വിട്ടിരുന്നാൽ മതി. ബിക്കോസ് അലോവേര എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്, അത് വെച്ചാണ് നമ്മൾ ഫുൾ ഫേഷ്യലും ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇനിയും നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് കിടക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ രാത്രിയാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത്, ചെയ്തിട്ട് ഉടനെ നിങ്ങൾ വെയിലത്ത് പോകരുത്. ഞാനിപ്പോൾ രാത്രിയാണ് ഫേഷ്യൽ ചെയ്തത്. ഇത് ചെയ്തിട്ട് ഇപ്പം കിട്ടുന്ന റിസൾട്ടിനെ കാട്ടി നമുക്ക് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുഖത്തിന്റെ ആ ഒരു റിസൾട്ട് നല്ലപോലെ അറിയാൻ പറ്റും. നല്ല ഒരു ഗ്ലോ ആയിട്ട് മുഖം ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് മുഖത്ത് പാടുള്ളവർക്ക്, മുഖക്കുരു ഉള്ളവർക്ക്, മുഖക്കുരുവിന്റെ മാർക്കുകളൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലൊരു ഫേഷ്യലാണിത്. അതുകൊണ്ട് എല്ലാവരും ഈ ഫേഷ്യൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്റെ റിസൾട്ട് ലൈവായിട്ടാണ് ഈ റിസൾട്ട് കാണിച്ചു തരുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇട്ടിരുന്നതും ആ ഒരു മുഖത്തിന്റെ ഡിഫറൻസും ഇപ്പോഴും മുഖത്തിന്റെ ഡിഫറൻസും മേ ബി ക്യാമറ അത്ര അറിയാൻ പറ്റില്ല, കാരണം ലൈറ്റ് ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത്ര നമ്മുടെ റിയൽ ആയിട്ടുള്ള കളറും ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഡിഫറൻസ് അറിയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ചെയ്തു നോക്കും, വീട്ടിൽ തന്നെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് എന്റെ റിസൾട്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഓരോ കമന്റുകളും എനിക്ക് പ്രചോദനമാണ്. എല്ലാവരും മറക്കാതെ കമന്റ് ചെയ്യുക. കണ്ടിട്ട് ചുമ്മാ പോകാതെ എന്തെങ്കിലും അഭിപ്രായം, കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. അഭിപ്രായം പറയാൻ മറക്കാതെ ഇരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.